സിറ്റി സ്കാൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. മലപ്പുറം ജില്ലയോടുള്ള കഴിഞ്ഞ 10 വർഷത്തെ അവഗണനയ്ക്ക് വിരാമമിട്ടുകൊണ്ട് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വൻ നേട്ടങ്ങളാണ് മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. വികസന മുരടിപ്പിൽ നിന്നും മലപ്പുറത്തെ കരകയറ്റുന്ന മനം നിറക്കും പ്രഖ്യാപനങ്ങളും പദ്ധതികളുമാണ് ജില്ലക്കായി ലഭിച്ചിട്ടുള്ളത്. പ്രതീക്ഷയോടെ ജില്ല മുന്നോട്ട് വെച്ച മിക്ക പദ്ധതികളും ബജറ്റിൽ ഇടം കണ്ട സന്തോഷത്തിലാണ് മലപ്പുറം. ആരോഗ്യ മേഖലയിലും കായിക രംഗത്തും ജില്ലക്ക് വലിയ പ്രാധാന്യം നൽകിയുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ച ഈ വർഷത്തെ പരിഷ്കരിച്ച ബജറ്റിലുള്ളത്. ആരോഗ്യം, കായിക വിനോദം, തീരദേശ വികസനം എന്നിവക്കാണ് ബജറ്റിൽ കൂടുതൽ പരിഗണന ലഭിച്ചത്. ജില്ലയിൽ പുതിയ അത്യാധുനിക ക്യാൻസർ സെന്റർ സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയായി ഉയർത്താൻ 5 കോടി രൂപ അനുവദിച്ചു. മഞ്ചേരി ഉൾപ്പെടെ പിന്നാക്ക ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പ്രത്യേക നടപടികൾ പ്രഖ്യാപിച്ചു. മലബാർ മേഖലയിലെ കായിക വളർച്ച ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ 50 കോടി രൂപ അനുവദിച്ചത് മലപ്പുറത്തെ കായിക പ്രേമികൾക്ക് വലിയ നേട്ടമാകും. കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഭാഗമായി പൊന്നാനി ഹാർബറിന് തുക അനുവദിച്ചതിനൊപ്പം തീരസംരക്ഷണത്തിന് 3 കോടി രൂപ നീക്കിവെച്ചു. സാംസ്കാരിക മേഖലയ്ക്ക് ഉണർവേകാൻ പൊന്നാനിയിൽ ബിനാലെ സംഘടിപ്പിക്കും. കോഹിനൂർ മുതൽ കരിപ്പൂർ വിമാനത്താവളം വരെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാനുള്ള സാധ്യതാ പഠനം നടത്തുമെന്നതും ബജറ്റിലെ സുപ്രധാന ചുവടുവെപ്പാണ്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ വകയിരുത്തി. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപവൽക്കരിക്കണമെന്ന ദീർഘകാല ആവശ്യത്തെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പുതിയ ജില്ലകൾ രൂപവൽക്കരിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനവും മലപ്പുറം ജില്ലയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേറിയിട്ടുണ്ട്. എന്തേ കരീംക, ഒരു വിഷമം? ഒന്നും പറയണ്ടടാ, മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. അവർക്കെന്തേ പറ്റി? ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇത്ര നാളായിട്ട് ഒരു പണിയായിട്ടില്ല. മോനാണെങ്കിൽ ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കാണ്. ഇങ്ങളെ പിള്ളേരൊക്കെ ഇപ്പോ എന്താ ചെയ്യണേ? മോൻ ഗൾഫിലല്ലേ, മോള് കമ്പ്യൂട്ടർ പഠിക്കുന്നുവല്ലോ. മോൻ എന്തേ പഠിച്ചിരുന്നത്? അവൻ തിരൂരിലുള്ള റീജിയണൽ കോളേജിൽ മെക്കാനിക്കിന്റെ കോഴ്സാണ് പഠിച്ചത്. ഒരു തന്നെ നല്ലൊരു കമ്പനിയിൽ ജോലിയും ആക്കി കൊടുത്തു. ഇപ്പൊ മോളെയും റീജിയണിൽ തന്നെ കമ്പ്യൂട്ടറിനും ചേർത്തു. ഗവൺമെന്റ് അംഗീകാരമുള്ളതും പെട്ടെന്ന് ജോലി കിട്ടുന്നതുമായ കുറേ കോഴ്സ് ഉണ്ട് അവിടെ. എന്നാൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ മക്കളെയും കൂട്ടി അവിടെ പോയി നോക്കട്ടെ. തിരൂർ സിവിൽ സ്റ്റേഷന് മുൻപിലാണ് അവരുടെ ഓഫീസ്. ഫോൺ നമ്പർ എഴുതിയെടുത്തോളൂ: 9847148491.